2047 ഭാരതത്തെ ഒരു ഇസ്ലാമിക രാജ്യമാക്കുക എന്നുള്ളതായിരുന്നു ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറഞ്ഞത്. കൂടാതെ ഡൽഹിയെ ഒരു പുതിയൊരു ഇസ്ലാമാബാദാക്കി മാറ്റുക, അതൊക്കെയായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. പലതവണ നരേന്ദ്രമോദി സർക്കാർ പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്ക് വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിലും ഇവർ ഒന്നും തന്നെ കേൾക്കുന്ന ഒരു കൂട്ടാക്കാൻ അല്ലെങ്കിൽ കേൾക്കാൻ ഇവർ തയ്യാറാക്കിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാകിസ്ഥാനിലെ ISI ഇവർക്ക് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. അതനുസരിച്ചാണ് ഇവർ രാജ്യത്ത് പലതരത്തിലുമുള്ള കലാപങ്ങളും കള്ളപ്പണ ഏർപ്പാടുകളും അതോടൊപ്പം തന്നെ ഭീകര സംഘങ്ങളെ സഹായിക്കുന്ന തരത്തിലുള്ള പല നീക്കങ്ങളും ഇവർ നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് നരേന്ദ്രമോദിയും അമിത്ഷായും അജിത് ഡോവലും കൂടെ ചേർന്ന് ഒരു നിർണായകമായ ഒരു തീരുമാനമെടുത്തത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന ഭീകര സംഘടനയെ അങ്ങ് നിരോധിക്കാനായിട്ട്. നിലവിൽ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയിലെ 21 അംഗങ്ങൾക്കെതിരെ കോടതി ഗുരുതരമായ കുറ്റങ്ങളാണ് ചുമത്തിയത്. അതായത് ഇനി മരിക്കുന്നത് വരെ നിങ്ങൾ തിഹാർ ജയിലിൽ കിടന്നാൽ മതി, ആ ജയിലിൽ കിടന്ന് നിങ്ങൾ മരിച്ചോളൂ, അതിനുശേഷം നിങ്ങളുടെ ബോഡി വീട്ടുകാർക്ക് വേണമെങ്കിൽ വിട്ടുകൊടുക്കാം, അല്ലെങ്കിൽ സർക്കാരിന്റെ ഇതിൽ തന്നെ കൊണ്ടുപോയി കത്തിക്കാം എന്നുള്ള ഒരു നീക്കത്തിലേക്കാണ് എത്തിയത്. അതായത് മരണം വരെ നിങ്ങൾ ഇനി ജയിലിൽ കിടന്നോളൂ എന്നുള്ള ഒരു കർശനമായ ഒരു നിർദ്ദേശം അതാണ് ഇപ്പോൾ കോടതി നൽകിയത്. അതിന്റെ ഗുരുതരമായ കുറ്റങ്ങളാണ് ഇപ്പോൾ കോടതി ഈ പ്രതികൾക്ക് നേരെ ചുമത്തിയിട്ടുള്ളത്. ജൂലൈ 29 ഔപചാരിക വിചാരണ ആരംഭിക്കും എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. പോപ്പുലർ ഫ്രണ്ട് ചെയർമാൻ OMA സലാം, വൈസ് ചെയർമാൻ EM അബൂബക്കർ എന്നിവർ ഉൾപ്പെടെ 21 പ്രതികൾക്കെതിരെ ദേശീയ അന്വേഷണ ഏജൻസി NIA പ്രത്യേക കോടതി കുറ്റം ചുമത്തിയിട്ടുണ്ട്. രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുക, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ അതിന്റെ തടയൽ നിയമങ്ങൾ, കൂടാതെ UAPA പ്രകാരം തീവ്രവാദ സംഘടനകൾക്കായി സംഭാവന ശേഖരിക്കുക എന്നീ കുറ്റങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഗൂഢാലോചന നടത്തുക, തീവ്രവാദ പരിശീലന ക്യാമ്പുകൾ സംഘടിപ്പിക്കുക, ആളുകളെ തീവ്രവാദത്തിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യുക, മതം മാറ്റം നടത്തുക, ആളുകളെ തീവ്രവാദത്തിലേക്ക് പ്രലോഭിപ്പിച്ചുകൊണ്ട് അവരുടെ മനസ്സ് മാറ്റി തീവ്രവാദത്തിലേക്ക് അവരെ കൊണ്ട് എത്തിക്കുക എന്നുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം പ്രവർത്തനങ്ങൾക്കായി വ്യക്തികളെ റിക്രൂട്ട് ചെയ്യുക എന്നീ ഗുരുതരമായ കുറ്റങ്ങളും ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുറ്റപത്രം സമർപ്പിച്ചതിനെ തുടർന്ന് 21 പ്രതികളും കോടതിയിൽ തങ്ങൾക്കെതിരെ ചുമത്തിയ എല്ലാ കുറ്റങ്ങളും നിഷേധിച്ചു. ഈ കേസിലെ വിചാരണ ജൂലൈ 29 NIAയുടെ പ്രത്യേക കോടതി ആരംഭിക്കും. പ്രതികൾക്കെതിരെ കൃത്യമായ തെളിവുകൾ, ഓരോ പ്രതികൾക്കെതിരെയും കൃത്യമായ തെളിവുകൾ അക്കമിട്ട് നിർത്തിക്കൊണ്ടാണ് NIAയുടെ പ്രത്യേക കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ജൂലൈ 29 വിചാരണ തുടങ്ങാൻ പോകുകയാണ്. ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ, ഭീകരവാദ ഫണ്ടിംഗ്, ഗൂഢാലോചന എന്നീ കേസുകളിൽ ദേശീയ അന്വേഷണ ഏജൻസി നടത്തിയ വ്യാപകമായ, അതായത് രാജ്യവ്യാപകമായ റെയ്ഡുകളിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നിരവധി നേതാക്കൾ അറസ്റ്റിലായിട്ടുണ്ട്. ഈ കേസിൽ ചെയർമാൻ OMA സലാം, അബൂബക്കർ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾക്കെതിരെ ഡൽഹിയിലെ പ്രത്യേക NIA കോടതി വിചാരണയ്ക്കായുള്ള കുറ്റങ്ങൾ ഔദ്യോഗികമായും ചുമത്തിയിട്ടുണ്ട്. ഈ അബൂബക്കർ അടക്കമുള്ളവർ, അതായത് സലാം അടക്കമുള്ളവരൊക്കെ ഈ ജയിലിൽ നിന്നും എങ്ങനെയെങ്കിലുമൊക്കെ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പലതരത്തിലുമുള്ള വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഒരു കാര്യമാണ്. അത് കോടതി കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുണ്ട്. 2022 സെപ്റ്റംബറിലാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരേ സമയം NIA, ED, മറ്റ് സംസ്ഥാന പോലീസ് സേനകൾ എന്നിവർ ചേർന്ന് ഓപ്പറേഷൻ നടത്തിയത്. അതായത് ഓപ്പറേഷൻ ഒക്ടോബർ എന്ന പേരിൽ വൻ വേട്ട നടത്തിയത്. അതിൽ 100-ലധികം പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെയും നേതാക്കളെയും അറസ്റ്റ് ചെയ്തു. തുടർന്ന് കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിയമവിരുദ്ധ സംഘടനയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുക, ക്രിമിനൽ ഗൂഢാലോചന, ഭീകരവാദത്തിന് ഫണ്ട് കണ്ടെത്തുക, രാജ്യത്ത് ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാൻ സായുധ പോരാട്ടങ്ങൾക്ക് പദ്ധതിയിടുക തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങളാണ് NIA ഇവരുടെ പേരിൽ ചുമത്തിയത്. ചെയർമാൻ സലാം, സ്ഥാപക ചെയർമാൻ അബൂബക്കർ, വൈസ് ചെയർമാൻ അബ്ദുൾ റഹ്മാൻ, ജനറൽ സെക്രട്ടറി അസീസ് അഹമ്മദ് എന്നിവരടക്കം 20-ലധികം പേർ വിചാരണ ഇപ്പോൾ നേരിടുകയാണ്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമമായ UAPA പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. കൂടാതെ രാജ്യത്ത്, അതായത് കേന്ദ്ര സർക്കാർ ഈ UAPA ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട് ഈ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീടുകളടക്കം രാജ്യത്ത് ഒരേ സമയം NIAയും EDയും ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളെ വെച്ചിട്ട് റെയ്ഡ് നടത്തിയിരുന്നു. ഈ റെയ്ഡിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇവർ പിറ്റേ ദിവസം രാജ്യത്ത് വ്യാപകമായ കലാപങ്ങൾ ഇവർ അഴിച്ചുവിടുന്ന ഒരു സാഹചര്യമുണ്ടായി. കേരളത്തിലടക്കം, അതോടൊപ്പം തന്നെ ചെന്നൈയിലടക്കം, ഡൽഹിയിലടക്കം ഇവർ വ്യാപകമായ ഒരു കലാപമാണ് ഇവർ അഴിച്ചുവിട്ടത്. ജനങ്ങളെ ആക്രമിക്കുന്നു, വണ്ടി അടിച്ചു തകർക്കുന്നു, അങ്ങനെ രീതിയിൽ. ഇതിന്റെ പേരിലും ഇവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റപ്രകാരം കേസെടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഇവർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഇവർ വേറെ ഒരു സംഘടന രൂപീകരിക്കും. സംഘടന രൂപീകരിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കൾ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം സൃഷ്ടിക്കും
ചെയ്യുമെന്ന് NIAയുടെ അഭിഭാഷകർ തെളിവ് സഹിതം കോടതിയിൽ വാദിച്ചതോടുകൂടിയാണ് ഇവരെ ഇനി സൂര്യന്റെ വെളിച്ചം കാണണ്ട, എടുത്തിട്ടങ്ങ് അട്ടപ്പടലം പൂട്ടുന്ന രീതിയിലേക്ക് ആക്കിയാൽ മതി, മരണം വരെ ഇവരെ ജയിലിൽ കിടക്കുന്ന രീതിയിലേക്ക് ഇവർ പുറത്തിറങ്ങിയാൽ, ജയിലിന്റെ പുറത്തിറങ്ങിയാൽ ഇവർ വലിയ രീതിയിൽ അപകടകാരിയാണെന്ന് കോടതി തന്നെ പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ടാണ് ഇനി UAPA ഉൾപ്പെടെയുള്ള ഗുരുതരമായ രാജ്യദ്രോഹ കുറ്റവകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ഇവരെ ഇനി ജയിലിൽ തന്നെ ആജീവനാന്തം കടത്താനുള്ള ഒരു നീക്കത്തിലേക്ക് കോടതി പോകുന്നു. അതിൻ്റെതാണ് എത്രയും പെട്ടെന്ന്, അതായത് ഈ മാസം 29-ാം തീയതി കൂടി തന്നെ വിചാരണ ഔദ്യോഗികമായി തുടങ്ങാനുള്ള ഒരു നീക്കമാണ് NIA കോടതി ഇപ്പോൾ ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്.